സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിൽ UDF തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. കഴിഞ്ഞ തവണ 493 വോട്ടുകൾക്ക് LDF-ൽ നിന്നും മണ്ഡലം പിടിച്ചെടുത്ത KM ഷാജി ഇത്തവണ ഭൂരിപക്ഷം ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് UDF. M പ്രകാശൻ മാസ്റ്റർ തന്നെയാവും ഇത്തവണയും ഷാജിയുടെ എതിരാളിയെന്നാണ് സൂചന. 24 വർഷം LDF-ന്റെ കുത്തകയായിരുന്ന അഴീക്കോട് മണ്ഡലം ലീഗിലെ യുവനേതാവ് KM ഷാജിയിലൂടെയാണ് UDF തിരിച്ചുപിടിച്ചത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കേവലം 493 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ഷാജിയുടെ വിജയമെങ്കിലും UDF-ന് ഈ വിജയം സമ്മാനിച്ച ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗും രണ്ടാമതൊന്നും ആലോചിക്കാതെ ഒരു വട്ടം കൂടി KM ഷാജിയെ അഴീക്കോട് അംഗത്തിനിറക്കിയത്. 5 വർഷക്കാലം നടപ്പിലാക്കിയ വികസന പദ്ധതികളും ഒപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ലഭിച്ച 5060 വോട്ടുകളുടെ ഭൂരിപക്ഷവും UDF-ന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അഴീക്കോടിനെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി KM ഷാജി ഇവിടെ മത്സരിക്കുമ്പോൾ നല്ല പ്രതീക്ഷയോടെ തന്നെയാണ് മത്സരിക്കുന്നത്. 2 വട്ടം മണ്ഡലത്തിൽ വെന്നിക്കൊടി പറിച്ച M പ്രകാശൻ മാസ്റ്ററെ തന്നെയാണ് LDF അഴീക്കോട് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. കല്യാശ്ശേരി MLA TV രാജേഷിനെ ഇത്തവണ അഴീക്കോട് മത്സരിപ്പിക്കണമെന്ന അഭിപ്രായവും പാർട്ടിയിൽ ഒരു വിഭാഗത്തിനുണ്ട്. കോൺഗ്രസ് വിമതൻ PK രാഗേഷ് അഴീക്കോട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പള്ളിക്കുന്ന് പുഴാതി പഞ്ചായത്തുകളിൽ നിർണായക സ്വാധീനമുള്ള രാഗേഷിനെ മത്സരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള തിരക്കിട്ട ശ്രമത്തിലാണ് ലീഗ് നേതൃത്വം. എന്തായാലും അഴീക്കോട് ഇത്തവണ ഇരു മുന്നണിക്കും വിജയം അത്ര എളുപ്പമാവില്ലെന്ന് ഉറപ്പ്. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.